ഇറക്കുമതി വ്യവസായത്തിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു എക്സൻ ഗോറിക്. വ്യാപാരത്തിന്റെ ഭാഗമായി ഒരിക്കൽ, അതായത് 1955 അദ്ദേഹത്തിന് നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോ സന്ദർശിക്കേണ്ടതായി വന്നു. അതിനു മുൻപ് ഒരിക്കൽ പോലും അദ്ദേഹം ആ രാജ്യത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. നോർവീജിയൻ കളിമൺ പാത്രങ്ങളും ഗ്ലാസുകളും ഇറക്കുമതി ചെയ്യുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് ആരായാനായിരുന്നു അദ്ദേഹത്തിന്റെ ആ യാത്ര. 1955 ജൂലൈ മാസത്തിൽ അദ്ദേഹം നോർവേയിലേക്ക് പറന്നു. അവിടെ എത്തിയ അദ്ദേഹം ഒരു ആഡംബര ഹോട്ടലിലാണ് താമസിച്ചത്. തന്റെ ബിസിനസ് ആവശ്യങ്ങളെല്ലാം നിറവേറ്റി മടങ്ങിപ്പോകാൻ തീരുമാനിച്ച അദ്ദേഹം ഹോട്ടൽ ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട് റിസപ്ഷനിസ്റ്റിന്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റിസപ്ഷനിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു: പറഞ്ഞതുപോലെ തന്നെ മിസ്റ്റർ ഗോറിക് തിരിച്ചു വന്നല്ലോ, വീണ്ടും വന്നതിന് നന്ദി. എന്നാൽ ഞാൻ ആദ്യമായാണ് ഈ നാട്ടിൽ വരുന്നത്, നിങ്ങൾക്ക് ആള് മാറിപ്പോയതാകാം എന്നായിരുന്നു ഗോറിക്കിന്റെ മറുപടി. എന്നാൽ റിസപ്ഷനിസ്റ്റ് തന്റെ വാദത്തിൽ തന്നെ ഉറച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു: സാർ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഏതാനും മാസം മുൻപ് ഇവിടെ വന്ന് മുറിയെടുത്തതും ഇപ്പോഴത്തെ ഈ വേനൽക്കാലത്ത് തിരിച്ചു വരുമെന്ന് അന്ന് പറഞ്ഞതും. അങ്ങയുടെ പേര്? റിസപ്ഷനിസ്റ്റ് ലെഡ്ജറിൽ നോക്കി സ്ഥിരീകരിച്ചു. അതെ, ഇതേ പേരിൽ തന്നെയാണ് റൂം എടുത്തത്, എക്സൻ ഗോറിക്. ഞാൻ അത് വ്യക്തമായി ഓർക്കുന്നുണ്ട്, റിസപ്ഷനിസ്റ്റ് മറുപടി നൽകി. എന്നാൽ റിസപ്ഷനിസ്റ്റിന്റെ ആ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഗോറിക് ഇങ്ങനെ മറുപടി പറഞ്ഞു: അങ്ങനെ സംഭവിക്കാൻ സാധ്യതയേയില്ല. ജീവിതത്തിൽ ആദ്യമായാണ് ഞാനിവിടെ വരുന്നത്. അതിനാൽ കൂടുതൽ തർക്കത്തിന് നിൽക്കാതെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു: എനിക്ക് തെറ്റുപറ്റിയതാകാം സാർ, ക്ഷമിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് റിസപ്ഷനിസ്റ്റ് ആ ഒരു രംഗം അവസാനിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സംശയം മായാതെ തന്നെ കിടന്നിരുന്നു. അവിടെ നിന്നും മടങ്ങിയ ഗോറിക് കളിമൺ പാത്രങ്ങളുടെയും മറ്റും മൊത്ത വ്യാപാരിയായിരുന്ന ഓൾസറിനെ കാണാൻ പോയി. ഗോറിക്കിനെ കണ്ടയുടനെ ഓൾസൺ ഹൃദ്യമായി ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ എതിരേറ്റു. നിങ്ങളെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. കഴിഞ്ഞ തവണത്തെ സന്ദർശനം അല്പം ചുരുങ്ങിയതായിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ നേരം കിട്ടിയില്ല, അല്ലേ സർ? ഇക്കുറി ഗോറിക് അന്തം വിടുക മാത്രമല്ല, ആകെ പരിഭ്രമിക്കുകയും ചെയ്തു. തന്റെ പരിഭ്രമത്തിന് കാരണം എന്താണെന്ന് അദ്ദേഹം ഓൾസണിനോട് വ്യക്തമാക്കി. ഓൾസൺ അദ്ദേഹത്തെ സ്വാതന്ത്ര്യപ്പെടുത്തി. ആത്മാവിന്റെ ഒരു ഇരട്ട, അതായത് ഒരു പ്രേതം ഗോറിക്കിന്റെ രൂപത്തിലും ഭാവത്തിലും അദ്ദേഹത്തിന് മുൻപേ അവിടെ ചെന്നിരിക്കാമെന്നും അന്നാട്ടിൽ അത് തീരെ അസാധാരണമായ ഒരു പ്രതിഭാസം അല്ലെന്നും ഓൾസൺ വിശദീകരിച്ചു. നോർവേക്കാർ ഇത്തരം പ്രേതങ്ങളെ വാർഡോഗർ എന്നാണ് വിളിക്കുന്നത്. മുൻഗാമി എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത്തരം സംഭവങ്ങളെ തങ്ങൾ ആരും ഗൗരവപൂർവ്വം പരിഗണിക്കാറില്ലെന്നും ഓൾസൺ പറഞ്ഞു നിർത്തി. എന്നാൽ ഗോറിക്കിന് അത് ആദ്യത്തെ അനുഭവമായിരുന്നു. അതിനാൽ തന്നെ തന്റെ വ്യാപാരങ്ങളെല്ലാം തന്നെ അവസാനിപ്പിച്ച് അദ്ദേഹം വേഗം തന്നെ തന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു.